ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം എക്സാം എല്ലാവരും എഴുതി അതിൻ്റെ മാർക്ക് കിട്ടി നിങ്ങൾ വളരെ ആഘോഷത്തോട്ടിരിക്കുകയാണ്. ആഘോഷിക്കാൻ വരട്ടെ, ഇനി വരാൻ പോകുന്ന എക്സാമാണ് സെക്കൻഡ് ടൈം എക്സാം. സെക്കൻഡ് ടൈം എക്സാം വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാം പഠിച്ച പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മുതൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ വരെയാണ്. ഇനിയാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ നേരിടാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്: പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അറേസ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻസ്. ഇത്രയും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, ഈ 3 ചാപ്റ്റേഴ്സോടെ പെൻഡിങ് ഉള്ളു. കാരണം സെക്കൻഡ് ടൈം എക്സാം എന്ന് പറയുമ്പോൾ ഫൈനൽ എക്സാമിൻ്റെ ഏകദേശം 95% ചാപ്റ്ററോളം എന്താണ് സെക്കൻഡ് ടൈം എക്സാം പോർഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഫൈനൽ എക്സാമിന് മുന്നേ ഉള്ള നിങ്ങളുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാം തന്നെയാണ് സെക്കൻഡ് ടൈം എക്സാം. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം എക്സാം എന്ന് പറയുമ്പോൾ പല സ്കൂളുകളിലും എന്താണ് എക്സാംസ് നടത്തിയിട്ടില്ല. സർക്കാർ പലപ്പോഴും എന്താണ് പൊതുവായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ടൈം എക്സാം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉടനീളം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കാണത്തുള്ളൂ. ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കത്തില്ല പല സ്കൂളുകളിലും. ഫസ്റ്റ് ടൈം പോർഷൻസ് എല്ലാവരും ചിലപ്പോൾ പഠിച്ച് കാണത്തില്ല, ചിലരൊക്കെ ആണെങ്കിൽ ഉഴപ്പി കാണുമായിരിക്കും, ചിലപ്പോൾ പഠിച്ച പിള്ളേരുണ്ടായിരിക്കും. പക്ഷേ സെക്കൻഡ് ടൈം എക്സാം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് കാണണം. കാരണം ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ പോർഷൻസ് വരെ എന്താണ് സെക്കൻഡ് ടൈം എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ടൈം എക്സാം പോർഷൻ എന്ന് പറയുമ്പോൾ ഫുള്ള് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് എന്നാണ് നിങ്ങൾ കണ്ടന്റ് എല്ലാം പഠിച്ചിരിക്കണം, അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം, ദെൻ ചാപ്റ്റർ വൈസ് എക്സാം നടത്തിയിരിക്കണം. അപ്പോൾ അതെന്താണ് ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനോട് കൂടിയും സ്ട്രാറ്റജിക്കലായിട്ടുള്ള പഠനം ആവശ്യമാണ്. അതിനാണ് നമ്മുടെ അഗ്നി ബാച്ച്. അപ്പോൾ അഗ്നി ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക മക്കളെ, ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.